അപ്പോൾ കോടതി തന്നെ ഒരു വൺ സൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് തുടക്കം മുതലേ കണ്ടത്. സ്വന്തമായിട്ട് വക്കീലിനെ വെക്കാനും പ്രോസിക്യൂഷന് പുറമെ എത്രയോ കേസിൽ സ്വന്തമായിട്ട് വക്കീലന്മാർ വെക്കുന്നുണ്ട്. ഒരു കേസ് വക്കീലിനെ വെച്ചിട്ടെങ്കിൽ ഇത്രയും പ്രയാസങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ കുട്ടിക്ക് ഉണ്ടാവില്ല. ഒന്നത്. രണ്ടാമത്, ഓരോ സമയത്തും ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്നും അടച്ചിട്ട കോടതിയാണെങ്കിലും ഇവിടെ പറയുന്ന ഒരു കാര്യങ്ങളും ആ കോടതി കേൾക്കുന്നില്ല. അപ്പോൾ കോടതി തന്നെ ഒരു വൺ സൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് തുടക്കം മുതലേ കണ്ടത്. പിന്നെ മാറി മാറി വരുന്ന പ്രോസിക്യൂഷന്മാർ, പിന്നെ അവസാനം മൂന്നാമത്തെ പോസ്റ്റ് അജിത് കുമാറും മിനിയാന്ന് പേഴ്സണൽ വക്കീലായിട്ട് വന്നത്. പിന്നെ അജിത് കുമാർ വന്ന് അവിടെ വൻകിട വക്കീലന്മാർ ഇന്നത്തെ ലോകം നടക്കുന്ന, ഇന്ത്യയിൽ നടക്കുന്നതല്ല ലോകം മുഴുവൻ നടക്കുന്ന വലിയ വലിയ കോടിക്കണക്കിന് കൊടുത്തിട്ട് വലിയ വലിയ വക്കീലന്മാരെ ഇറക്കിയിട്ടാണ് കേസ് നടത്തുന്നത്. അതിൻ്റെ വിജയവും പരാജയത്തിൽ 100% വിജയം കിട്ടുന്നുണ്ട്. വല്ലപ്പോഴും അതൊന്നും പരാജയം സംഭവിക്കുന്നില്ലോ. ആ സ്ഥാനത്ത് ഈ അതിജീവിത ഇറക്കുന്ന വക്കീലന്മാരും സാധാരണ വക്കീലന്മാർ, വലിയ വലിയ വക്കീലന്മാരെ ഏതാകത്ത് പോകാൻ പറ്റാത്ത വക്കീലന്മാരാണ് ഉള്ളത്. കോടതി തന്നെ ഇപ്പോൾ നേരത്തെ ഒരു കണ്ട് രാമപിള്ള വക്കീൽ വരുന്ന സമയത്ത് ആ ജഡ്ജിനെ എഴുന്നേറ്റ് നിന്നിട്ട് കൈകൂപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ജഡ്ജിൻ്റെ മനോഭാവം എന്താണെന്ന്, ഈ കുട്ടിക്ക് കിട്ടുന്ന നീതി എന്താണെന്നുള്ളത് നമുക്ക് അന്ന് തോന്നി നീതി ഈ കുട്ടിക്ക് കിട്ടൂല എന്നല്ലേ. പക്ഷേ ഈ കുട്ടി പറഞ്ഞിട്ടൊന്നും കേട്ടില്ല അങ്ങോട്ട്. നമ്മൾ ഇത്രയും അനുഭവസ്ഥരും സാമ്പത്തികമായിട്ട് വരെ എന്തെല്ലാം ചിലവ് നടത്തിയിരുന്നു, വലിയ പ്രകടനമായ വക്കീലിനെ കൊണ്ടുവരാൻ അതും കേട്ടില്ല.